സംസ്ഥാനത്ത് ശക്തമായ മഴയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വ്യാപകമായ മഴ വിവിധ ജില്ലകളിൽ ഇപ്പോൾ തുടരുന്നുണ്ട്. 4 ജില്ലകളിൽ വടക്കൻ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 7 ജില്ലകളിൽ യെല്ലോ അലേർട്ടുമുണ്ട്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ അതിശക്ത മഴ മുന്നറിയിപ്പായ ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുന്നു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെയുള്ള മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ അലേർട്ടും ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാനസ കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ചേരുന്നുണ്ട്. മാനസ, തിരുവനന്തപുരത്ത് കാര്യമായ മുന്നറിയിപ്പ് നിലനിൽക്കുന്നില്ലെങ്കിലും രാവിലെ മുതൽ നല്ല മഴയുണ്ട്. മറ്റെല്ലാ ജില്ലകളിലെ അവസ്ഥ ഇതാണ് എന്നാണ് ഇപ്പോൾ വിവരങ്ങൾ ലഭിക്കുന്നത്. എന്താണ് പൊതുവിലെ സാഹചര്യം? എത്ര ദിവസം ഈ ഒരു കാലാവസ്ഥ ഉണ്ടാകുമെന്നതാണ് മുന്നറിയിപ്പിൽ പറയുന്നത്? തീർച്ചയായും കാവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരത്ത് നിലവിൽ യെല്ലോ അല്ലെങ്കിൽ ഓറഞ്ച് അലർട്ടുകളൊന്നും തന്നെ, മഴ മുന്നറിയിപ്പുകളൊന്നും തന്നെ ഇല്ല എങ്കിൽ കൂടിയും ഈ 3 ജില്ലകളിൽ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെയുള്ള 11 ജില്ലകളിൽ സംസ്ഥാനത്ത് വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പ്രകാരം ഓഗസ്റ്റ് 30, 31 ദിവസങ്ങളിൽ സംസ്ഥാനത്ത് അതിശക്തമായ മഴയായിരിക്കും ഉണ്ടാവുക എന്ന പ്രവചനം ഉണ്ടായിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഒരുപക്ഷെ ഇന്നും നാളെയും അതോടൊപ്പം തന്നെ വരും ദിവസങ്ങളിലും ശക്തമായ രീതിയിൽ മഴ സംസ്ഥാനത്ത് ലഭിക്കുക എന്ന രീതിയിലേക്ക് പ്രവചനം നടത്തിയിട്ടുള്ളത്. ഏതായാലും ഈ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെയും തലസ്ഥാനത്ത്, അതായത് തിരുവനന്തപുരം ജില്ലയിൽ വിവിധയിടങ്ങളിലായി നല്ല രീതിയിൽ തന്നെയുള്ള മഴ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. നെയ്യാറ്റിൻകര, കാട്ടാക്കട പോലെയുള്ള പ്രദേശങ്ങളിലൊക്കെയും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നിലവിൽ ലഭിച്ചിരിക്കുന്ന വിവരം. ഏതായാലും ഈ രീതിയിൽ തന്നെ വരുന്ന 3 മണിക്കൂറുകളിൽ തുടരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എറണാകുളം, കൊല്ലം ജില്ലകളിലും ഇത്തരത്തിൽ മഴ ലഭിക്കും എന്ന് തന്നെയാണ് മുന്നറിയിപ്പുള്ളത്. ഏതായാലും സംസ്ഥാനത്ത് ഇന്ന് 4 ജില്ലകളിലാണ് അതിശക്തമായ മഴ മുന്നറിയിപ്പായ ഓറഞ്ച് അലർട്ട് ഉള്ളത്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെയുള്ള 7 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. യെല്ലോ മുന്നറിയിപ്പാണെങ്കിൽ കൂടിയും അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് തന്നെ അറിയിക്കുന്നുണ്ട്. ഒപ്പം ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കാണ് സാധ്യത. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന കാറ്റിനും സാധ്യതയുണ്ട്. കാറ്റായതിനാൽ തന്നെ പൊതുജനങ്ങൾ റോഡിലൂടെയൊക്കെയും നടക്കുമ്പോൾ അതീവ ജാഗ്രതയോടെ തന്നെ പോകണം എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. കാരണം മരം കടപുഴകി വീഴാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഇതൊക്കെയും മുന്നിൽ കണ്ടാവണം ജാഗ്രത വേണ്ടത് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തീരപ്രദേശങ്ങളിലും ജാഗ്രത പാലിക്കേണ്ട സ്ഥിതിയാണ്. മലയോര മേഖലകളിലും ജാഗ്രത തുടരണം എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. മഴ ഏത് നിമിഷവും, അതായത് ശക്തമായ മഴ ലഭിക്കുന്നതല്ല, മണിക്കൂറിൽ വലിയ രീതിയിൽ മഴ ലഭിക്കുന്നതാണ് വലിയ ദുരന്തത്തിന് അല്ലെങ്കിൽ നാശങ്ങൾക്ക് ഇടയാക്കുന്നത്. അതുകൊണ്ട് വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന ഇടങ്ങളിൽ നിന്ന് മാറി താമസിക്കേണ്ട സാഹചര്യം വരികയാണെങ്കിൽ അതത് പ്രദേശത്തുള്ളവർ അധികൃതരോട് അറിയിച്ച നിർദ്ദേശാനുസരണം മാറി താമസിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെയാണ് മുന്നറിയിപ്പുമായി മുന്നോട്ട് പോകുന്നത് കാലാവസ്ഥാ വകുപ്പ്. ഒപ്പം തന്നെ വരുന്ന ദിവസങ്ങളിലും ഇത്തരത്തിൽ വടക്കൻ മേഖലകളിലായിരിക്കും, വടക്കൻ ജില്ലകളിലായിരിക്കും ശക്തമായ രീതിയിൽ മഴ തുടരുക എന്നാണ് അറിയിച്ചിരിക്കുന്നത്. നിലവിൽ ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേരള തീരം വരെ ആണ് ചക്രവാത ചുഴി നിലനിൽക്കുന്നത്. ഇതിൻ്റെ ഒരു സ്വാധീനം കൂടിയാണ് വരുന്ന ദിവസങ്ങളിൽ സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരാനുള്ള ഒരു സാധ്യത കണക്കാക്കുന്നത് കാലാവസ്ഥാ വകുപ്പ്.